ഉപകാരം ചെയ്താൽ അകലം പാലിക്കുക എന്നത് വെറും ഉപദേശമല്ല. ജീവിതത്തിലെ പല ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു മാനസിക ജ്ഞാനരീതിയാണിത്. ഇത് പറയുന്നത്, നീ ചെയ്യുന്ന നല്ല പ്രവൃത്തി ഒരാളെ മറുവഴിയിലൂടെ സമ്മർദ്ദത്തിലാക്കാതിരിക്കട്ടെ. മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യവും ആലോചനയും നിലനിൽക്കട്ടെ. നിന്റെ ഉപകാരം സ്വാന്തനവും സൗജന്യവുമായിരിക്കട്ടെ, കടമയോ ബാധ്യതയോ അല്ല. ഉപകാരം ഒരു പിന്തുണയാകണം, വേലിമതിലല്ല. സഹായം കഴിഞ്ഞിട്ടും ഒരാൾ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് അവൻ സഹായിച്ചതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് തോന്നാം. അധിക അടുത്ത് നിൽക്കുമ്പോൾ തെറ്റിദ്ധാരണകളുണ്ടാകാം. നിന്റെ സഹായത്തിന് ശേഷമുള്ള ഇടപെടലുകളും സമീപത്വവും കാണുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും, ഇവൻ സഹായം ചെയ്തത് മറ്റൊരു കാരണത്തിനായിരിക്കാം. ഇതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം? എന്നെ നിയന്ത്രിക്കാനോ എന്റെ കാര്യങ്ങളിൽ ഇടപെടാനാണോ എന്നിങ്ങനെ. അതിനാൽ അകലം ചിലപ്പോൾ ഒരു ബന്ധസംരക്ഷണ വലയമാണ്, തെറ്റിദ്ധാരണകളിൽ നിന്ന് രക്ഷിക്കുന്നൊരു കവചം. യഥാർത്ഥ ഉപകാരത്തിന്റെ ശക്തി അതിന്റെ നിശബ്ദത. ഞാൻ നിന്നെ സഹായിച്ചു എന്നൊരു ചെറിയ വാക്കുപോലും ഉപകാരത്തിന്റെ കടമായി മാറും. ഉപകാരത്തിന് ശേഷം നിശബ്ദമായി മാറുക എന്നത് ഉപകാരത്തെ പവിത്രവും സത്യവുമായ നിലയിൽ നിലനിർത്തുന്നു. ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. 1. ഒരു സുഹൃത്തിന് അടിയന്തരമായി 10,000 രൂപ വേണ്ടിവന്നു. നീ കൊടുത്തു, സഹായിച്ചു. പക്ഷെ സഹായത്തിന് ശേഷം നീ ദിവസവും ചോദിക്കുന്നു, എപ്പോഴാ തിരിച്ചു തരുന്നത്, എന്റെ സഹായം ഓർക്കടാ എന്നൊക്കെ. ഇതോടെ സുഹൃത്ത് സമ്മർദ്ദത്തിലാകും. സഹായം കടമായും ബന്ധം ഭാരവുമായും മാറും. പണം കൊടുത്തതിന് ശേഷം അവന്റെ സ്ഥിതി മനസ്സിലാക്കി അതിനൊപ്പം മാനസിക അകലം പാലിക്കുക. അവൻ സുഖപ്രദമായി തിരിച്ചു തരാനുള്ള സമയവും